സി പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിന്റെ വായനയാണ്. ഇന്ന് ദിവസം 101. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികര് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്ക് സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. കൊറിയ, സെപ്റ്റംബർ 29, 1987. 364. സ്വർഗവും ഭൂമിയും ഐക്യപ്പെടുന്നു. വത്സലസുതരെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഞാൻ നിങ്ങളെ വിളിക്കുന്നു. വിജയ സൈന്യത്തിന്റെ ഭാഗഭാക്കുകളാകാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിമല ഹൃദയത്തിന്റെ പ്രകാശത്തിന്റെ മാലാഖമാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ എന്റെ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തുകയാണ്. അവർ യുദ്ധത്തിനായി നിങ്ങളെ ബലമുള്ള ആയുധങ്ങൾ വീണ്ടും ധരിപ്പിക്കുകയാണ്. എന്റെ പരിച കൊണ്ട് അവർ നിങ്ങളെ ആവരണം ചെയ്യുകയാണ്. ക്രൂശിത രൂപവും ജപമാലയും ഈ വലിയ വിജയത്തിനായുള്ള ആയുധങ്ങളായി അവർ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവിധ നിർണായകമായ യുദ്ധത്തിന്റെ സമയം അടുത്തു കഴിഞ്ഞു. ഇതിലേക്കായി ഓരോ ദിവസവും നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തു നിന്ന് കൊണ്ട് നിങ്ങളെ നയിക്കുവാനും സംരക്ഷിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായി കർത്താവിന്റെ മാലാഖമാർ അസാധാരണമായ രീതിയിൽ ഇടപെടുകയാണ്. ഈ കാലഘട്ടത്തിൽ പിശാചുകളും നരകീയ ശക്തികളും തങ്ങളുടെ ദുഷ്ടമായ വെളിപ്പെടുത്തലുകൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് പോലെ കർത്താവിന്റെ മാലാഖമാരും എന്റെ പദ്ധതിയുടെ പ്രധാന ഭാഗം നടപ്പിലാക്കുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അന്തിമ പോരാട്ടത്തിന്റെ മണിക്കൂറുകളിൽ സ്വർഗവും ഭൂമിയും ഒന്നിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി സ്വർഗത്തിലെ മാലാഖമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് ഒരു സഖ്യം ഉണ്ടാക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്. എല്ലാറ്റിലും ഉപരിയായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കാവൽ മാലാഖമാരോട് കൂടുതൽ പ്രാർത്ഥിക്കുക. എന്റെ വത്സലസുതരായ നിങ്ങൾ ഓരോരുത്തരെയും പ്രതി ഞാൻ ഒരുക്കിയ എന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി തങ്ങളുടെ അർപ്പിതമായ ദൗത്യം നിർവഹിക്കുന്നതിന് ഞാൻ ചുമതലപ്പെടുത്തിയ കാവൽ മാലാഖമാരാണവർ. എല്ലാ ദിവസവുമുള്ള ത്രിസന്ധ്യാജപത്തിൽ ദൈവത്തിന്റെ മാലാഖയോടുള്ള ജപം ഉൾക്കൊള്ളിക്കണമെന്ന് എന്റെ വിമല ഹൃദയത്തിന്റെ പ്രത്യേക ആഗ്രഹമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കാവൽ മാലാഖമാരുമായി എപ്പോഴും അടുത്ത് ഇടപഴകി ജീവിക്കുക. നിങ്ങളുടെ ആവശ്യത്തിൽ അവരെ വിളിച്ചപേക്ഷിക്കുക. അപകടങ്ങളിൽ അവരുടെ സഹായം തേടുക. ജോലിയിൽ അവരുടെ പങ്കാളികളാവുക. വിഷമതകൾ അവരെ ഭരമേൽപ്പിക്കുക. പ്രലോഭനങ്ങളുടെ സമയങ്ങളിൽ അവരെ അന്വേഷിക്കുക. അവർ തീർച്ചയായും നിങ്ങൾക്കായി ഒരു ചെറിയ സഖ്യം സ്ഥാപിക്കും. എല്ലാറ്റിലും ഉപരിയായി ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന മുഖ്യ ദൂതന്മാരുമായി വളരെ അടുപ്പത്തിൽ കഴിയുന്ന വിശുദ്ധ ഗബ്രിയേൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് നൽകും. വിശുദ്ധ റഫായേൽ നിങ്ങളുടെ എല്ലാ മുറിവുകളിലും പ്രതിവിധിയായിരിക്കും. വിശുദ്ധ മിഖായേൽ പിശാചിൽ നിങ്ങൾക്കായൊരുക്കുന്ന ഭയങ്കരമായ എല്ലാ കെണികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അവരോട് കൂടി എന്റെ സമൂഹത്തിൽ ചേരുക. അങ്ങനെ എന്റെ പദ്ധതിയുടെ വെളിച്ചത്തിൽ നടക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എന്റെ അസാധാരണ മഹത്വം കാണാൻ വിളിക്കപ്പെട്ടവരാണ്. എന്തെന്നാൽ നിങ്ങൾ എന്റെ വിജയത്തിന്റെ സമയത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തായ്വാൻ, ഒക്ടോബർ 9, 1987. 365. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ മകൾ ബലപ്രയോഗത്തിന്റെ
ത്തിലൂടെ എല്ലാവരെയും ഒരുമിപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ നിഷേധിക്കുകയും അവിടുത്തേക്കെതിരായി വിപ്ലവം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ചുവന്ന വക്രത്താൽ രൂപീകരിക്കപ്പെടുകയും എൻ്റെ ശത്രുവിനാൽ ഭരണം നടത്തുകയും ചെയ്യുന്ന മഹാരാഷ്ട്രമായ ഈ സൈന്യയുടെ കാരുണ്യത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ഞാൻ വീക്ഷിക്കുന്നു. കൂരിരുട്ടിൽ തട്ടിത്തടയുന്ന ദരിദ്രരായ എൻ്റെ സന്താനങ്ങളുടെ അസഹനീയമായ കഷ്ടതകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ വത്സരനാണവർ. ഒരമ്മ എന്ന നിലയിൽ അവരെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കെതിരെ ഞാൻ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും ആദ്യമായി ഒരു യഥാർത്ഥ അമ്മ എന്ന നിലയിൽ നിങ്ങളുടെ പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങൾ നിങ്ങൾക്കരികെ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവതിയാണ്. നിങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിൽ ആശ്വാസമരുളുകയും നിങ്ങളുടെ കഷ്ടതകളിൽ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ആവഹിച്ചെടുക്കുകയും ചെയ്യുന്നു. നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പാകും. അതിലൂടെ നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്താൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട കൽപ്പനകൾ കാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമതായി, മാതൃനിർവിശേഷമായ ഒരു പ്രവൃത്തി എന്ന നിലയിൽ ദൈവിക ജീവൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നിങ്ങളുടെ ഹൃദയങ്ങളെ ഞാൻ തുറക്കും. നിങ്ങളുടെ ഉള്ളിൽ പ്രത്യേകമായ വിധം പ്രവർത്തിക്കുന്ന ഈ ദൈവിക ജീവൻ പരസ്യവും ബാഹ്യവുമായ ആരാധന യേശുവിന് നൽകുന്നതിന് വിലക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് രഹസ്യമായി ആരാധനയർപ്പിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഇതുവഴിയായി നിശബ്ദതയിലും ഏകാന്തതയിലും സത്യവിശ്വാസം നിങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും എൻ്റെ അനേകം സന്താനങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസം ആഴത്തിൽ വേരോടുകയും ചെയ്യും. അവസാനമായി, ലോകമാസകലം കീഴടക്കിയിരുന്ന ചുവന്ന വക്രത്തിൻ്റെ താത്വികവും പ്രായോഗികവുമായ നിരീശ്വരത്തിൻ്റെയും ആത്യന്തികമായ പരാജയപ്പെടുത്തലിലൂടെ നിങ്ങളുടെ മോചനം ഇതാ സംലഗ്നമാക്കുവാൻ പോകുന്നു. ആ ദിവസത്തിനായുള്ള ഒരുക്കത്തിലാണ് ഞാൻ നിങ്ങളുടെ അടിമത്തത്തിൻ്റെ ദിനങ്ങൾക്ക് വിരാമമിടാറായിരിക്കുന്നത്. സർവ്വലോക രാഷ്ട്രങ്ങളെ, അന്ധകാരത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ഉണരൂ. സ്നേഹത്തിൻ്റെ മഹത്വപൂർണമായ ഭരണം നിങ്ങൾക്കിടയിൽ സ്ഥാപിതമാകുവാൻ വേണ്ടി എഴുന്നള്ളുന്ന യേശുവിനെ കാണുവാനായി നിങ്ങളെല്ലാവരും പോകൂ. ചുവന്ന വക്രത്തെ ഞാൻ സൂര്യനെ ഉടയാടായ സ്ത്രീ കീഴടക്കുന്ന സമയമിതാ സമാഗതമായിരിക്കുന്നു. ഈ ലോകത്തെ ഇനിമേൽ ഉപദ്രവിക്കാതിരിക്കവണ്ണം അവനെ ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച് നരകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ മഹത്വത്തിനായി ഈ ലോകത്തെ ഞാൻ ഭൗതിക പറുദീസയാക്കി മാറ്റും. ഹോങ്കോങ്, ഒക്ടോബർ 13, 1987. 366. നിങ്ങളുടെ അടിമത്തത്തിനും ഞാൻ വിരാമമിടും. എൻ്റെ വത്സല മക്കളെ, സൂര്യനിൽ സംഭവിക്കപ്പെട്ട അത്ഭുതങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെ ഫാത്തിമയിൽ അവസാനമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 70-ാം വാർഷികം ഇന്ന് ഞാൻ ആചരിക്കുകയാണ്. എൻ്റെ കുഞ്ഞുമകനെ, പ്രത്യേക തീക്ഷ്ണതയോടെ എൻ്റെ വിമല ഹൃദയം സ്നേഹിക്കപ്പെടുകയും
ആശ്വസിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. വിദൂര പൗരസ്ത്യ രാജ്യങ്ങളിലൂടെയും വിസ്മയാവഹമായ യാത്ര നീ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂര്യനെ ഉടയാടാക്കിയ ഒരു സ്ത്രീയായി നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇന്ന് 70 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 70 വർഷങ്ങൾക്കുള്ളിൽ എൻ്റെ ശത്രുവായ സാത്താൻ തൻ്റെ സർവശക്തിയോടുകൂടെ ചുവപ്പു വാർഖത്തിൻ്റെ രൂപത്തിൽ തന്നെ വെളിപ്പെടുത്തുവാനായി പാതാളത്തിൽ നിന്നും നിങ്ങൾക്കിടയിലേക്ക് കയറി വന്നു. തൻ്റെ ഭരണത്തിൻ്റെ വ്യാപ്തി വളരെയധികം രാഷ്ട്രങ്ങളിലേക്ക് നീട്ടുന്നതിനും നിഷേധത്തിൻ്റെയും ദൈവത്തിനെതിരായുള്ള യുദ്ധത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിക്കുന്നതിന് അവന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 70 വർഷങ്ങൾക്കുള്ളിൽ ഈ ചുവപ്പും വ്യാഘ്രവും ചങ്ങല കൊണ്ട് മനുഷ്യരെയെല്ലാം വിരിഞ്ഞുകെട്ടി അവനങ്ങളെ അഹങ്കാരത്തിൻ്റെ അസത്യത്തിൻ്റെയും അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. ദൈവത്തെ കൂടാതെ ജീവിക്കാമെന്ന മിഥ്യാധാരണമായ നിങ്ങളിൽ ഉളവാക്കിക്കൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക വഴിയായി അവിടുത്തോടുള്ള പരസ്യമായ പ്രകടനങ്ങളും വിപ്ലവ പ്രവണതകളും നവീകരിക്കുവാൻ അവന് കഴിയുന്നു. അങ്ങനെ എല്ലായിടവും നാസ്തികത്വത്തിൻ്റെയും തെറ്റുകൾ പ്രസരിക്കുകയും ദൈവത്തെ കൂടാതെ ഒരു പുതിയ സംസ്കാരം രൂപീകരിക്കുന്നതിന് മാനവരാശിയൊട്ടാകെ അവൻ നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളെ ലൈംഗികത, പണം, ആസ്വാദനം, സുഖലോകം പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ അശുദ്ധതയുടെയും സുഖസന്തോഷങ്ങളുടെയും മക്കളായിരിക്കുന്നു. അങ്ങനെ അധാർമ്മികത മരണത്തിൻ്റെയും നിസ്സംഗതയുടെയും കനത്ത മടുപടം ലോകത്തിനുമേലെ വിടർത്തിയിരിക്കുന്നു. നിങ്ങളുടെ മാനസിക വൈകാരിക സിദ്ധികളെല്ലാം നിങ്ങളുടെ സ്വയം സംതൃപ്തിക്കു വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള വ്യഗ്രത വഴിയായും ദരിദ്രരുടെയും നിസ്സഹായരുടെയും രോഗികളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയും നിങ്ങളെ സാത്താൻ സ്വാർത്ഥതയുടെയും ധനമോഹത്തിൻ്റെയും അടിമകളാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ അഭാവം മൂലം ഈ ലോകം ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു. ഈ വിശാലമായ മരുപ്രദേശത്ത് എത്രമാത്രം ജനങ്ങളാണ് നിസ്സഹായരും പരീക്ഷണവുമായി അനുദിനം വീണുപോകുന്നത്. ലോകത്തെ തിന്മയും പാപവും ഭോഗാസക്തിയും നിറഞ്ഞ ബാബിലോൺ പട്ടണമാക്കി മാറ്റിയ എൻ്റെ ശത്രുവിൻ്റെ അടിമകളായി ഇക്കഴിഞ്ഞ 70 വർഷം നിങ്ങൾ ജീവിച്ചു. എന്നാൽ ഇപ്പോൾ ഈ ബാബിലോണിയൻ അടിമത്തം അവസാനിപ്പിക്കാറായിരിക്കുന്നു. നിങ്ങളുടെ അടിമത്തം ഞാൻ അവസാനിപ്പിക്കും. ഈ മരിയൻ വർഷത്തിൽ
സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുതുയുഗത്തിന്റെ വാതിലുകൾ നിങ്ങളുടെ സ്വർഗീയമ്മ നിങ്ങൾക്കായി തുറന്നു നൽകും. ഇതിനായി അസാധാരണമായ അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകും. അതുവഴിയായി ഈ സമയത്ത് പൂർത്തീകരണപ്പെടുത്തുവാൻ പോകുന്ന മഹത്തായ അത്ഭുതം ദർശിക്കുന്നതിനു വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ അവസാനം പ്രത്യക്ഷപ്പെടുമ്പോൾ സൂര്യനിൽ നിന്ന് സംഭവിച്ച അത്ഭുതം ഇനി അടച്ചു മുദ്ര വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകങ്ങളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിക്കുന്നതിനുള്ള ഒരു പ്രവചന അടയാളമായിരുന്നു. ഇന്ന് ഇതിലെ രഹസ്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനായി ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നു. അവസാനം എല്ലാവർക്കും മനസ്സിലാകും യേശുവിന്റെ കാരുണ്യ നിർഭയകരമായ സ്നേഹത്തിന്റെ വിജയം. ഒന്നിനോടും താല്പര്യപ്പെടുത്തുവാനാവാത്തതും സാർവത്രികവുമായ ഒരു നീതീകരണമാണ് നേടിത്തന്നിരിക്കുന്നതെന്ന്